ഹലോ, നൈറ്റ് കുക്കിംഗ് ആണ് കേട്ടോ ഇന്ന്. എന്താന്ന് വെച്ചാൽ അവല് വിളയിക്കാൻ പോവാണ്. നമ്മൾ പവിഴത്തിന്റെ അരി വാങ്ങുമ്പോൾ നമുക്ക് അതിനകത്ത് ഇത് ഓരോ സാധനങ്ങളും ഇപ്പം ഫ്രീ കിട്ടാറുണ്ട്. അപ്പം ചില സമയത്ത് മസാലയൊക്കെ ആയിരിക്കും, ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതുപോലത്തെ അവലാണ്. ഇപ്പോൾ ഒരു 2-3 പാക്കറ്റായി നമുക്ക് കിട്ടുന്നു. എല്ലാം കൂടെ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ ദിവസമായി വിചാരിക്കുന്നു സമയമുള്ളപ്പോൾ ഒരു ദിവസം നമുക്ക് അവല് വിളയിച്ചെടുക്കാമെന്ന്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അവല് വിളയിക്കുന്നതാണ്. കഴിക്കാൻ എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ള സാധനമല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഞാൻ ആദ്യം കുറച്ച് ശർക്കര എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച്, കറക്റ്റ് അളവൊന്നും പറഞ്ഞില്ല കേട്ടോ, കുറച്ച് വെള്ളം ഒഴിച്ച് പാനിയാക്കാൻ വേണ്ടിയിട്ട്, ശർക്കര പാനിയാക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള തേങ്ങയൊക്കെ ചെറുകി എടുത്തുകൊണ്ട് വരാം. ശർക്കര ഞാൻ പാനിയാക്കാനായിട്ട് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ അവല് വിളയിക്കാൻ പോവാണ്. എൻ്റെതായ രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പാത്രം അടുപ്പത്ത് വെച്ചു, അത് ചൂടാവട്ടെ. നമുക്ക് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അത് ഞാൻ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്ക്കകത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വറുത്തൊക്കെ എടുക്കാനുണ്ട്. അപ്പം നമുക്ക് ആദ്യം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കട്ടയായിട്ടിരിക്കുക. ഒരു സ്പൂൺ എടുത്തുകൊണ്ട് വരട്ടെ. അപ്പം നെയ്യ് ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നമുക്ക് ആദ്യം കപ്പലണ്ടിയാണ് എൻ്റെ കയ്യിലുള്ളത്. കാഷ്യൂനട്ട് ഉണ്ടെങ്കിൽ അതിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഈ കപ്പലണ്ടി അങ്ങോട്ട് വറുത്തെടുക്കാൻ പോവാണ്. ഈ ഒരു പാക്കറ്റ് ഇട്ട് കൊടുക്കുവാണേ, കാരണം അവല് 3 പാക്കറ്റ് ഉണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് കപ്പലണ്ടിയും ഞാൻ ആ ഒരു പാക്കറ്റ് ഫുള്ളിട്ട് കൊടുത്തു. പിന്നെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുള്ളത് നമ്മുടെ ഇത് പൊട്ടുകടല. ഇത് ഇന്നാളൊരു ദിവസം ഇതുപോലെ ഞാൻ അവല് വിളയ്ക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ചതിൻ്റെ ബാക്കിയാണ്. ഇത് കൂടി നമുക്ക് ചേർത്ത് കൊടുത്തേക്കാം. കാഷ്യൂനട്ടാണ് നല്ലത്. ഞാനിപ്പോൾ അതില്ലാത്ത കൊണ്ട് കപ്പലണ്ടി ഇരുന്ന് ഒരു പാക്കറ്റ് എടുത്തതാണ് കേട്ടോ. പിന്നെ ഞാൻ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. 3 മുറിയാണ് ചിരണ്ടി വെച്ചേക്കുന്നത്. ഒരു തേങ്ങ ഫുള്ളും പിന്നെ ഒരെണ്ണത്തിൻ്റെ ഹാഫും ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഈ അവല് 3 പാക്കറ്റാണ്. ഇത് 200 ഗ്രാമാണ് ഒരു പാക്കറ്റ് കേട്ടോ. ഒരു പാക്കറ്റ് 200 ഗ്രാം. അപ്പം 3 കൂടെ ആകുമ്പോൾ 600 ഗ്രാം അവലാണുള്ളത്. ഇതിന് കറക്റ്റ് അങ്ങനെ അളവൊന്നും ഞാൻ പറയുന്നില്ല, അറിയത്തില്ല എനിക്ക് പറയാൻ. അപ്പം ഞാൻ ഏകദേശം എൻ്റെ ഒരു കൈയളവിന് വെച്ചിട്ട് ചെയ്യുന്നതാണേ. കാരണം ഈ പാക്കറ്റ് അവർ നമ്മൾ ഇങ്ങനെ പഴം അതിൻ്റെ കൂടെ ഫ്രീ കിട്ടുന്നതുകൊണ്ടേ ഇത് ഉപയോഗിക്കുന്നില്ല, വെറുതെ ഇരിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു വിളയിച്ച് വെക്കാം. വിളയിച്ച് വെച്ച് എല്ലാവരും കഴിച്ചോളും. അപ്പം അങ്ങനെ ഞാൻ സമയം കിട്ടിയത് ഇന്നാണ്. ഇന്ന് രാത്രിയിൽ നാളത്തേക്ക് ഞാൻ ഓഫീസിൽ കൊണ്ടുവരാനായിട്ട് ചെറുപയറിട്ട് വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്നും അരിയാനില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അവല് വിളയിക്കാം. ഒരുപാട് ദിവസമായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞായറാഴ്ച ഒന്നുമാണ് നേരെ കിട്ടിയില്ല. അപ്പം ഇന്നങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ കപ്പലിൻ്റെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് മാറ്റാം. ഇനി നമുക്ക് ഇതിലോട്ട് തന്നെ പൊട്ടുകടല ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാവേ. ഇത് ഞാൻ ഫുള്ളിട്ട് കൊടുക്കുവാണേ. അത് പൊട്ടുകടല പെട്ടെന്ന് മൂത്ത് വരുവേ. അപ്പം അത് ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി. അപ്പോൾ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ പൊട്ടുകടല ഇട്ടത് നമുക്ക് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതങ്ങോട്ട് മാറ്റാം. ഒരുപാട് മൂത്തം കറുത്ത് പോകണ്ട, കഴിക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ ഇത്രയും ഒന്ന് മൂപ്പിച്ച് എടുക്കുള്ളൂ. അല്ലെങ്കിൽ തന്നെ പൊട്ടുകടലയ്ക്ക് ഇച്ചിരി ഒരു കട്ടി ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ഞാൻ ഇത്രയും രീതിയിൽ എടുക്കുള്ളേ. കുട്ടികൾക്കൊക്കെ കഴിക്കാവുന്ന രീതിയിലാണ് ഞാൻ എടുക്കുന്നത്. ഇനി നമുക്ക് എള്ളിട്ട് കൊടുക്കാം. എള്ളിട്ടാൽ പൊട്ടുവേ. ഫ്ലെയിം കുറച്ചിട്ടാൽ മതി. അയ്യോ, എള്ളും നമുക്കിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമുക്ക് എള്ളും മൂത്ത് വന്നിട്ട് നമുക്ക് അത് അങ്ങോട്ട് മാറ്റി വെക്കാം. കുറച്ച് നെയ്യൂടെ ഞാൻ ഇടയ്ക്ക് ഇച്ചിരി ഒഴിച്ചു കൊടുത്തായിരുന്നു, എന്നാലും കുറച്ചുകൂടെ വേണം. നമുക്ക് ഈ തേങ്ങായി കൂടി ഒന്ന് വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ചെടുക്കണം. എള്ള് കോരി എടുക്കണേ പാടാം. ഞാൻ കുറച്ച് നെയ്യൂടെ ഒഴിച്ചു കൊടുത്തു. നമുക്ക് ഈ തേങ്ങ കൂടി ഒന്ന് പറ്റിച്ചെടുക്കാം. പറ്റിക്കുന്ന വെച്ചാൽ ആ വെള്ളമൊക്കെ ഒന്ന് പറ്റാൻ വേണ്ടി മാത്രം നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. തേങ്ങയാണ് നമ്മുടെ അവല് വിളയിക്കുന്നതിന് ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പം തേങ്ങയുടെ അനുസരിച്ചാണ് അവൽ നല്ലതായിട്ട് പൊലിച്ചൊക്കെ വരുന്നത് കേട്ടോ.
ഇപ്പം 1/2 കിലോ അവലിന് ഒരു 4 തേങ്ങയാണേലും നല്ലതാണ്, നല്ല ടേസ്റ്റ് വരും. നമുക്ക് പിന്നെ ചിരണ്ടി എടുക്കാനുള്ള മടി കൊണ്ടാണ് നമ്മൾ മാക്സിമം കുറയ്ക്കുന്നത്. പക്ഷെ ഇതെല്ലാം തേങ്ങ ചിരണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് വേറെ പണി ഒരുപാടൊന്നുമില്ല. ജസ്റ്റ് എല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കുക, നമ്മുടെ ശർക്കരപ്പാനി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക, അവലിടുക, അത്രേ ഉള്ളൂ. എളുപ്പമാണ്. അപ്പം നമുക്കിതൊന്ന് 2-3 ഇളക്കൂടൊക്കെ ഒന്ന് ഇളക്കി എടുക്കാം. അപ്പം നമ്മുടെ തേങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വന്നു. ഇനി നമുക്ക് പാനിയാക്കി വെച്ച് നമ്മുടെ ശർക്കര ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരിച്ചൊഴിക്കുന്നത് ഇതിനകത്ത് എന്തെങ്കിലും കല്ലോ ഒക്കെ ഉണ്ടാവും, ശർക്കരയല്ലേ. അപ്പോൾ അതിനൊന്നും ഇല്ലാണ്ട് വരെ നമുക്ക് അരിച്ച് വേണം ഒഴിച്ചു കൊടുക്കാനേ. ഒഴിച്ചു കൊടുത്തു. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് നമ്മുടെ അവലും കൂടി ഇതിലേക്ക് ഇട്ട് വെക്കാം. ഒരു പാക്കറ്റ് ഇട്ട് കൊടുത്തു. ഒരു പാക്കറ്റ് കൊടുത്തു. നന്നായിട്ട് നമുക്ക് ഇളക്കാം. ഞാൻ 2 പാക്കറ്റ് ഇട്ട് കൊടുത്തു. തേങ്ങ ഒന്നും ഇട്ടത് കാണാൻ പോലും ഇല്ല. അതാണ് ഞാൻ പറഞ്ഞ അവലിൽ തേങ്ങ ഇട്ടാൽ എത്ര ഇട്ടാലും കുറയത്തില്ല. ഞാൻ എന്തോരം തേങ്ങ ഇട്ടതാ, അത് ഫുൾ ഇതിനകത്ത് മുങ്ങിപ്പോയെന്ന് തോന്നുന്നു. ശർക്കരപ്പാനി കുറവായതുകൊണ്ട് ഞാൻ 2 പാക്കറ്റ് അവല ഇട്ടുള്ളേ, അത് മതിയായിരുന്നു. ഒരു പാക്കറ്റ് കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അതുകൊണ്ട് 2 പാക്കറ്റ് ഇട്ടോളൂ. നമുക്ക് എടുത്തു വെച്ച് നമ്മുടെ വറുത്ത് വെച്ച എല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. അപ്പം അങ്ങനെ നമ്മുടെ അവല് വിളയിച്ചത് നിസ്സാര സമയം കൊണ്ട് ഇവിടെ റെഡിയായി വന്നു. അപ്പം ഇന്നത്തെ രാത്രിയിൽ ഇത് റെഡി ആക്കിയത് കൊണ്ട് നാളെ നമുക്ക് വൈകുന്നേരം ഓഫീസിൽ നിന്നൊക്കെ വരുമ്പോൾ കഴിക്കാം. കുറേ ദിവസമായിട്ടുള്ള ആഗ്രഹമായിരുന്നു. ദിവസങ്ങളല്ല, കുറേ ആഴ്ചകളായിരുന്നു എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതൊന്ന് റെഡിയാക്കി വെച്ചിരുന്നെങ്കിൽ വൈകുന്നേരമൊക്കെ വരുമ്പോൾ ഞാൻ വിചാരിക്കും ഓഫീസിൽ നിന്നൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഇച്ചിരി അവല് വിളയിച്ചതും പഴവും ഒരു ചായയൊക്കെ കുടിക്കുമ്പോൾ അടിപൊളിയല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. അടുത്ത നല്ലൊരു വീഡിയോസിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ, ഗുഡ് നൈറ്റ്.